ഇവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന. തടിച്ച കാളക്കുട്ടിയെന്നല്ല, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന. ശരിക്കും ഈ മോൻ പോയ നാൾ മുതൽ ഈ മകൻ തിരികെ വരുമെന്നുള്ളതായ വലിയ ആഗ്രഹത്തോടു കൂടി ഈ മകൻ തിരികെ വരുന്ന സമയത്ത് ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് കൊടുക്കേണ്ട വിരുന്നിന് കൊടുക്കേണ്ടുന്നതായ കാളക്കിടാവിനെ കുറിച്ച് പോലും ഈ പിതാവിന് നല്ല ആലോചനയുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവ പോയ നാൾ മുതൽ ഇതിന് ഹോർലിക്സും ബോൺവിറ്റായും ബൂസ്റ്റും ഒക്കെ കൊടുത്ത് നല്ലതായിട്ട് പുഷ്ടിപ്പെടുത്തി എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ അതിനെയൊന്ന് വളർത്തി കൊഴിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ മകൻ്റെ തിരിച്ചു വരവ് സന്തോഷമായിട്ട് അതൊന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടി. എത്രമാത്രം നല്ല വിചാരമാണ് ആ പിതാവിൻ്റെ. ശരിക്കും ആ സംഭവത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടി ഒന്ന് ലളിതമായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമുക്കറിയാം അതാ മൂത്തപുത്രനാണെന്നുള്ളത്. ഈ മൂത്തപുത്രൻ